മലയാള നാടേ നിന്മാറിലോരോ മലർമാല ചാത്തുന്നു മഞ്ജിമകൾ. ഇളയും ഗംഗയുമലിഞ്ഞ യോഗ പെരുമൊഴി മലയാളം. അമ്മ അമ്മുമ്മ അമ്മ തന്നു പൊന്നുമ്മ അമ്മ പാടി താരാട്ട്. അങ്ങനെയാൽ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. വായിക്കാനറിയാമോ തത്തമ്മേ, വഴിതെറ്റി പോകാതെ വന്നാട്ടെ. ഇന്ന് ഗാന്ധിജിക്ക് ജന്മദിനം ആണ്. അല്ലല്ല, അങ്ങനെയല്ല, ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജി നമുക്ക് ഇന്ത്യയുടെ അച്ഛൻ ആണ്. ചേ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. തകൃത തക തക തെയ്യന്താര, തകൃത തക തക തെയ്യന്താര. ദൂരെ എവിടെയോ ഒരു കാട്. പക്ഷേ അങ്ങോട്ടുള്ള വഴി ഏതെന്ന് അവൾക്കറിയില്ലായിരുന്നു. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്. കുഞ്ചലിയും പുഴുക്കല് കാണുമ്പോ കൊറിക്കാൻ നോക്കുമേ. അപ്പടിയാ കാര്യക്കടപ്പ്. ആ അയ്യന പിള്ളയെ ഇത്തിരി മാറ്റി നിർത്തിക്കോ. കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും. കുറിയരി വെച്ച് വെളുത്തരി ചോറും കറികളും ആശി വിളമ്പി നിരന്നു നടന്ന ഈ ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടം 200. അമ്മ തിരുമൊഴി മലയാളം അൻപു ചുരത്തും മലയാളം. നമസ്കാരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിൻ്റെ ഭാഗമായി മലയാളം പള്ളിക്കൂടം അവതരിപ്പിക്കുന്ന അമ്മ തിരുമൊഴി മലയാളം എന്ന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളീയ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുവാനും അവയിലൂടെ അവരെ മാതൃഭാഷ പഠിപ്പിക്കുന്നതിനുമായി 2014 ചിങ്ങം 1-നാണ് മലയാളം പള്ളിക്കൂടം ആരംഭിച്ചത്. തൊട്ടറിഞ്ഞും അനുഭവിച്ചുമുള്ള ക്ലാസ് മുറിക്ക് പുറത്തുള്ള പഠന രീതിയാണ് പള്ളിക്കൂടത്തിൻ്റെ പ്രത്യേകത. കവി വി മധുസൂദനൻ നായരുടെ അധ്യക്ഷത്വത്തിൽ ONV കുറുപ്പ്, സുഗതകുമാരി, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലുമാണ് പള്ളിക്കൂടം ആരംഭിച്ചത്. ആദ്യമായി ഒരു ശ്രദ്ധാഞ്ജലിയാണ്. മലയാള സാഹിത്യ നഭസിലെ തിളങ്ങുന്ന നക്ഷത്രമായി 7 പതിറ്റാണ്ട് ശോഭിച്ച ശ്രീ MT വാസുദേവൻ നായർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങാണ്. ഇതിനായി MTയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുവാൻ മലയാളം പള്ളിക്കൂടം അധ്യക്ഷൻ ശ്രീ നാരായണ ഭട്ടതിരി, മലയാളം പള്ളിക്കൂടം പ്രഥമ അധ്യാപകൻ ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ, വിദ്യാർത്ഥി പ്രതിനിധിയായി ആരാധന D നായർ, രക്ഷിതാക്കളുടെ പ്രതിനിധിയായി ശ്രീചിത്ര ഹോം സൂപ്രണ്ട് ശ്രീമതി ബിന്ദു V, മൊഴിമുറ്റം പാട്ടുകൂട്ടം ഗ്രൂപ്പുകളുടെ പ്രതിനിധിയായി കാർട്ടൂണിസ്റ്റ് TK സുജിത്, പള്ളിക്കൂടം പ്രവർത്തക സമിതി അംഗം ശ്രീ ഗോപി നാരായണൻ എന്നിവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മലയാള നാടേ ജയിച്ചാലും എന്ന അവതരണ ഗാനത്തോടെയാണ് ഇന്ന് നാം അമ്മ തിരുമൊഴി മലയാളം എന്ന ഭാഷാധിഷ്ഠിത പരിപാടിക്ക് നാന്ദി കുറിക്കുന്നത്. മലയാളത്തിൻ്റെ കവി കോകിലങ്ങളായിരുന്നു എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരടങ്ങിയ പ്രാചീന കവിത്രയവും ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരടങ്ങുന്ന ആധുനിക കവിത്രയവും. നമ്മുടെ ഭാഷാ ആചാര്യന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച ഈ കവിത ആലപിക്കുന്നത് സാഹിത്യ കളരിയിലെ വിദ്യാർത്ഥികളാണ്. ഒപ്പം പള്ളിക്കൂടത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും. കൗശിക്, വസുദേവ്, ആദിത്യ, ആതിര, ശ്രീലക്ഷ്മി, ധനുഷ, നിഹാരിക, അന്നപൂർണ, നികിത, ആരാധന,
സ്നേഹ, ഹൃദ്യ, ആരതി, വന്ദന കൃഷ്ണ, നീലിമ, നന്ദന, ഷർജ, ഋജുത, ദേവിക, ശ്രീപതി, അഭിറാം, നിതിൻ, അഫ്ഷീൻ എന്നിവരാണ് വേദിയിലുള്ളത്. മലയാള നാടേ നിന്മാറിലോരോ മലർമാല ചാത്തുന്നു മഞ്ജിമകൾ. വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമല ശ്രീ നിത്യം പുലർന്ന വീടേ. കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്ര കവികോകിലങ്ങൾ പറന്നു പാടി. അവിരളോന്മാദം തരുന്നു ഞങ്ങൾ കവർ പെയ്ത കാകളി തേന്മഴകൾ. പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു തൈമരത്തിൽ തളിർത്ത കൊമ്പത്തൊരു പച്ച തത്തമ്മ കൂടുകൂട്ടി. അഖില വേദാന്ത പുരാണ തത്വം അവളാത്തമോദമെടുത്തു പാടി. അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പുമൊട്ടുമായി നിൽപ്പു ഞങ്ങൾ. ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളക്കൊന്നു കൊളുത്തിവച്ചു. അതിനുള്ളിലായിരം പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു. മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചെറുശ്ശേരി പാട്ടുപാടി. അഭിനവമാശാന്റെ തത്വചിന്താഭരിതമാം പാവന പ്രേമഗാനം മറവിക്കും മായ്ക്കുവാനായിടാതെ മഹിതാഭവീഷിൽ പരിലസിപ്പൂ. മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ മണിവീണ മന്ദമെടുത്തു മീട്ടി. വിജയശ്രീ ലാളിതനായൊരുള്ളൂ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി. പ്രണയിപ്പൂഹാനങ്ങൾ ഭക്തിപൂർവം പ്രതിഭാപ്രഭാവമേ നിന്റെ മുന്നിൽ. പ്രണയിപ്പൂഹാനങ്ങൾ ഭക്തിപൂർവം പ്രതിഭാപ്രഭാവമേ നിന്റെ മുന്നിൽ. പ്രതിഭാപ്രഭാവമേ നിന്റെ മുന്നിൽ. അടുത്തതായി ആമുഖ പ്രസംഗത്തിനായി മലയാളം പള്ളിക്കൂടം പ്രവർത്തക സമിതി അംഗം ശ്രീ ഗോപി നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 3-ാം തവണയും മലയാളം പള്ളിക്കൂടത്തിന് ഇങ്ങനൊരു പരിപാടി നടത്താൻ അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. ഇവിടെ നടക്കുന്ന ഈ അമ്മ തിരുമൊഴി മലയാളം എന്ന പരിപാടി കാണാൻ വന്ന എല്ലാവരോടും ഞങ്ങൾക്ക് അത്യന്തം കൃതജ്ഞതയുണ്ട്. നമ്മുടെ മലയാളം പള്ളിക്കൂടം തൈക്കാട് മോഡൽ HSLP സ്കൂളിൽ എല്ലാ ഞായറാഴ്ചയുമാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഏക മലയാളം പള്ളിക്കൂടമാണ്. ആദ്യം ഇംഗ്ലീഷ് പഠിക്കുകയും പിന്നീട് മലയാളം പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ധാരാളം കൈത്തെറ്റുകളുണ്ടാവാം. അത് നിങ്ങൾ സദയം ക്ഷമിച്ച് ഈ കുട്ടികളുടെ പരിപാടി പ്രോത്സാഹിപ്പിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ഭാഷാ പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി പള്ളിക്കൂടം പൂർവ്വ വിദ്യാർത്ഥി അദ്വൈത് PR-നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും തെക്കാട് ഗവൺമെൻറ് മോഡൽ LP സ്കൂളിൽ ക്ലാസുകൾ ആരംഭിക്കുന്നത് ഈ ഒരു പ്രതിജ്ഞയോട് കൂടിയാണ്. മലയാളം പള്ളിക്കൂടത്തിൻ്റെ പ്രവർത്തന പാതയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നം. നമ്മുടെ ഭാഷാ പ്രതിജ്ഞയുടെ ഉറവിടം മലയാളം പള്ളിക്കൂടമായിരുന്നു. അതിൻ്റെ ദൃക്സാക്ഷി കൂടിയായ അദ്വൈത് ചുരുങ്ങിയ വാക്കുകളിൽ ആ അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഭാഷാ പ്രതിജ്ഞ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അദ്വൈത് PR. മലയാളം പള്ളിക്കൂടത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭാഷാ പ്രതിജ്ഞ ചൊല്ലിത്തരിക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. പക്ഷേ അതിനു മുമ്പ് 2 വാക്ക്.
മലയാള ചെറുകഥയുടെ പെരുന്തച്ഛൻ ശ്രീ MT വാസുദേവൻ നായരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നാം ഇന്ന് അമ്മ തിരുമൊഴി മലയാളം എന്ന പേരിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് നാന്ദി കുറിച്ചിരിക്കുന്നത്. മലയാളം പള്ളിക്കൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പേരാണ് ശ്രീ MTയുടേത്. നമ്മുടെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയുടെ ഉറവിടം മലയാളം പള്ളിക്കൂടമാണെന്ന കാര്യം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ ഓർമ്മകൾ 10 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. 2015 ഒരു വേനലവധിക്കാലം. ഞാനന്ന് 6ാം തരത്തിൽ പഠിക്കുകയാണ്. മലയാളം പള്ളിക്കൂടത്തിൻ്റെ വേനലവധി ക്യാമ്പിൽ ഞാനും അന്ന് പങ്കെടുത്തിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ശ്രീ MT മലയാളത്തിൻ്റെ പ്രിയ കവി മധുസൂദനൻ നായർ സാറിൻ്റെ കൈപിടിച്ച് ക്യാമ്പ് സന്ദർശിക്കുവാനെത്തി. അന്ന് ഒരു മാധ്യമ പട തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ചില കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെയും ചലച്ചിത്രങ്ങളുടെയും പേരുകൾ അദ്ദേഹത്തിന് മുന്നിൽ വായിച്ച് കേൾപ്പിച്ചു. അന്ന് എനിക്കും അക്കൂട്ടത്തിൽ ഒരവസരം ലഭിച്ചു. MTയുടെ ഏറ്റവും ചെറിയ കഥയായ 3 മിനിറ്റിൽ വായിച്ചു തീർക്കാവുന്ന അജാമിള മോക്ഷം എന്ന കഥ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വായിക്കുവാനുള്ള അവസരം എനിക്കന്ന് മലയാളം പള്ളിക്കൂടം നൽകി. അതിനുശേഷം MT ഞങ്ങൾ കുട്ടികൾക്കായി മലയാളം പള്ളിക്കൂടത്തിൻ്റെ വെളുത്ത ബോർഡിൽ എന്തൊക്കെയോ വരികൾ കുറിച്ചിട്ടു. കുനുകുനയോ എന്നുള്ള കൈയക്ഷരമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളാരും അന്ന് അതത്ര കാര്യമാക്കിയില്ല. 3 വർഷത്തിനു ശേഷം ഒരു പത്രവാർത്തയിലൂടെയാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്ന് MT ഞങ്ങൾ കുട്ടികൾക്കായി ബോർഡിൽ കോറിയിട്ട അതേ വരികളാണെന്നത് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിയുന്നത്. ആ അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായതിലുള്ള മഹാഭാഗ്യം ഞാൻ എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ്. അതിനുശേഷം MTയോടൊപ്പം സന്തോഷം പങ്കിടുവാൻ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ തുഞ്ചൻ പറമ്പ് സന്ദർശിച്ച ആ സംഘത്തോടൊപ്പവും എനിക്ക് ചേരാൻ സാധിച്ചു. അന്ന് MTയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഭാഷാപ്രതിജ്ഞ ഒരിക്കൽ കൂടി ചൊല്ലുവാനുള്ള അവസരവും മലയാളം പള്ളിക്കൂടം എനിക്കാണ് നൽകിയത് എന്ന് ഇപ്പോൾ കൃതജ്ഞതയോടെ ഓർക്കുന്നു. അതിനുശേഷം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്ക് നന്ദി പറയുവാൻ പോയ സംഘത്തിലും എനിക്ക് ചേരാൻ സാധിച്ചു. അന്നും ഭാഷാപ്രതിജ്ഞ ചൊല്ലാനുള്ള അവസരം മലയാളം പള്ളിക്കൂടം എന്നെയാണ് ഏൽപ്പിച്ചത്. അത്തരത്തിൽ ഒരുപാട് സമ്മോഹനങ്ങളായ അവസരങ്ങളും നിമിഷങ്ങളും എനിക്ക് സമ്മാനിച്ച മലയാളം പള്ളിക്കൂടത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഭാഷാപ്രതിജ്ഞയിലേക്ക് കടക്കാം. ഏവരും നമ്മുടെ മാതൃഭാഷയ്ക്കായി എഴുന്നേറ്റ് നിന്ന് ഭാഷാപ്രതിജ്ഞ എന്നോടൊപ്പം ഏറ്റുചൊല്ലണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നെഞ്ചിൽ കൈവച്ച് ഭാഷാപ്രതിജ്ഞ ചൊല്ലാം. മലയാളമാണ് എൻ്റെ ഭാഷ. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. നന്ദി. അടുത്തതായി കുട്ടിപ്പാട്ടുകളാണ്. അക്ഷരക്കളരി വിദ്യാർത്ഥികളും അപ്പൂപ്പൻ സാറും ചേർന്ന് അവതരിപ്പിക്കുന്ന കുട്ടിപ്പാട്ടുകളാണ്. ഈണവും താളവും അക്ഷരവും സമന്വയിക്കുന്ന ഈ കുട്ടിപ്പാട്ടുകൾ പരിശീലിപ്പിച്ചത് പള്ളിക്കൂടത്തിൻ്റെ പ്രഥമ അധ്യാപകനും നാടകാചാര്യനും നാടൻ പാട്ടുകാരനും എഴുത്തുകാരനും ഒക്കെയായ ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ അവർകളാണ്. വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു അപ്പൂപ്പൻ സാറിനെയും നമ്മുടെ കൊച്ചുകൂട്ടുകാരെയും ആര്യൻ P. അനിൽ, ആദിത്യ അർജൻ, അനിരുദ്ധ്, ആഞ്ചൻ B. നായർ, വസുദേവ് നിതിൻ, ഗൗരി AI, റൂമി, ഹൃതിക, ഇഷാൻ ദിലീപ്, സരസ്വതി, ഇഷ ജിതിൻ, ഏബൽ അൽഫോൺസ്, ദിവ്യാൻഷ്, അഫ്ഷാൻ. അമ്മ അമ്മുമ്മ അമ്മ തന്നു പൊന്നുമ്മ അമ്മ പാടി താരാട്ട് അച്ഛൻ തന്നു സമ്മാനം. അമ്മ അമ്മുമ്മ അമ്മ തന്നു പൊന്നുമ്മ അമ്മ പാടി താരാട്ട് അച്ഛൻ തന്നു സമ്മാനം. ആകാശത്തൊരു ആരോ ചുട്ടൊരു നെയ്യപ്പം, ആഹാ നല്ലൊരു നെയ്യപ്പം. ആകാശത്തൊരു നെയ്യപ്പം, മഞ്ഞ നിറത്തിൽ നെയ്യപ്പം. ആരോ ചുട്ടൊരു നെയ്യപ്പം,
ആഹാ നല്ലൊരു നെയ്യപ്പം. നിറ 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 പറ നിറയേ, നിറ നിറ നിറയേ നെല്ലു നിറ, പറയിൽ നിറയെ നെല്ലു നിറ, അറയുടെ വയറിൽ വാരി നിറ, നിറ 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 പറ നിറയേ, നിറ 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 നെല്ലു നിറ, പറയിൽ നിറയെ നെല്ലു നിറ, അറയുടെ വയറിൽ വാരി നിറ. വട്ടം വട്ടം വളവട്ടം, പപ്പടവട്ടം കുടവട്ടം, തേങ്ങാപ്പൂളിന് അരവട്ടം, അമ്പിളി മാമനു മുഴുവട്ടം, അണ്ണാറക്കണ്ണ വന്നാട്ടെ, മണ്ണപ്പൻ ചുട്ടു കളിച്ചിടാം, കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പൻ ചുട്ട് ഉണ്ണികൾക്കൊക്കെ വിളമ്പിടാം, അണ്ണാറ കണ്ണ വന്നാട്ടെ, മണ്ണപ്പൻ ചുട്ടു കളിച്ചിടാം, കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പൻ ചുട്ട് ഉണ്ണികൾക്കൊക്കെ വിളമ്പിടാം, ഉണ്ണികൾക്കൊക്കെ വിളമ്പിടാം. നമ്മുടെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ നമുക്കിവിടെ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് സിൽവി മാക്സി മാഡമാണ്. അടുത്ത ഇനത്തിലേക്ക് കടക്കാം. ഒരു പ്രസംഗമാണ്. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കൊച്ചു പ്രസംഗത്തിനായി മലയാളം പള്ളിക്കൂടത്തിലെ സാഹിത്യ കളരിയിലെ ഷെഹസാദ് സൈനു വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, മാതാപിതാക്കളെ, നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3-ാം പതിപ്പിൻ്റെ ഈ വേദിയിൽ ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ മാതൃഭാഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഭാഷയെ എനിക്ക് തിരിച്ചു തരിക. 2001 എഴുത്തച്ഛൻ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് OV വിജയൻ പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹം അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് ഒരു പക്ഷേ കേട്ടിരുന്നവരിൽ പലർക്കും മനസ്സിലായി കാണില്ല. പ്രവാചകനായ എഴുത്തുകാരന് മാതൃഭാഷ മരിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലായിരുന്നു. അതെ, മലയാള ഭാഷയ്ക്ക് മരണമണി നുഴങ്ങി തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടിലേറെയായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് വൻതോതിൽ ബ്രെയിൻ ട്രെയിൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് OV വിജയൻ്റെ പ്രവചനം ഏതാണ്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് പേരിന് പോലും മലയാളം മീഡിയം സ്കൂളുകൾ കാണാനില്ലാതായിരിക്കുന്നു എന്നതാണ് സത്യം. ഏഷ്യയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന പട്ടം സെൻറ് മേരീസിനെയും ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന കോട്ടൺ ഹിൽ സ്കൂളിനെയും മുൻനിർത്തിക്കൊണ്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ മലയാള ഭാഷയുടെ അധോഗതി ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. 10ാം ക്ലാസ്
ക്ലാസ്സിൽ 36 ഡിവിഷനുള്ള പട്ടം സെന്റ് മേരീസിൽ ഇപ്പോൾ ഒറ്റ ഡിവിഷൻ പോലും മലയാള മീഡിയമില്ല. സമാനമായ അവസ്ഥയാണ് കോട്ടൺ ഹിൽ സ്കൂളിനുമുള്ളത്. അതിന് കാരണം എന്താണെന്നോ? മലയാള മീഡിയം 1-ാം ക്ലാസ്സിൽ ചേരാൻ കുട്ടികളില്ലാതായി എന്നതാണ്. ചുരുക്കത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടാത്ത ഒന്നായി നമ്മുടെ മാതൃഭാഷ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകഭാഷയായ ഇംഗ്ലീഷിന്റെ ആധിപത്യം ലോകത്ത് എല്ലായിടത്തുമുണ്ട്. പക്ഷേ മാതൃഭാഷയെ തഴഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന സമ്പ്രദായം കേരളത്തിലേതുപോലെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഒരു വശത്ത് മലയാളത്തിന് മരണമണി മുഴങ്ങുമ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ മഹത്വത്തെ കൂടി നാം അറിയേണ്ടതുണ്ട്. ലോകത്തിലെ 7000-നും 8000-നും ഇടയിലുള്ള ഭാഷകളിൽ 26-ാമത്തെ സ്ഥാനമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കുള്ളത്. അതുപോലെ തന്നെ 1564 ഇന്ത്യൻ ഭാഷകളിൽ 9-ാമത്തെ സ്ഥാനം മലയാളത്തിനാണ്. മാത്രമല്ല ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളിലൊന്നായി നമ്മുടെ മലയാള ഭാഷ അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏതൊരു നാടിൻ്റെയും സംസ്കാരം കുടികൊള്ളുന്നത് ആ നാടിൻ്റെ മാതൃഭാഷയിലാണ്. ഒരുവന്റെ സ്വത്വത്തിൻ്റെ നട്ടെല്ലാണ് അവൻ്റെ ഭാഷയും സംസ്കാരവും. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോളൂ, പക്ഷേ മലയാളത്തെ കൈവിടരുത് എന്ന് അദ്ദേഹം പള്ളിക്കൂടത്തിലെ കുട്ടികളോട് പറയുകയുണ്ടായി. മാതൃഭാഷ പെറ്റമ്മയും മറ്റുള്ള ഭാഷകൾ പോറ്റമ്മയുമാണെന്ന് വള്ളത്തോൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാഹിത്യവും കലയും ചരിത്രവും സാമൂഹിക ജീവിതവുമെല്ലാം നമ്മുടെ ഭാഷയാകുന്ന അടിത്തറയിലാണ് നിലനിൽക്കുന്നത്. അതിടിഞ്ഞു വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും മലയാളം പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥിയായതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ടും അതിലുപരി എനിക്ക് മലയാളം പള്ളിക്കൂടത്തിൽ പഠിക്കാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട അടൂർ അപ്പൂപ്പൻ സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നന്ദി ഷെഹസാദ്. ഇനി തത്തമ്മ പാട്ടുകളാണ്. തത്തമ്മ പാട്ടുകളുമായി വേദിയിലെത്തുന്നത് അക്ഷരക്കളരി 2-ലെ കുട്ടികളാണ്. തത്തമ്മയോട് കളി പറയുവാനും ഉപദേശിക്കാനും കൂടെ പാടാനുമൊക്കെയാണ് ഇവരെത്തുന്നത്. ഗായികയും മലയാളം പള്ളിക്കൂടം അധ്യാപികയുമായ അർച്ചന പരമേശ്വരനാണ് ഇവരെ പരിശീലിപ്പിച്ചത്. രാഘവ് കൃഷ്ണ, നിരഞ്ജന, അവന്തിക, അഭിമിത്ര, ഗൗരി ദീപക്, വസുരൂപ്, നക്ഷത്ര, രോഹിത്, നന്ദപ്രയാഗ്, നിവേദിത, അഗ്നിവേശ്, ഗിരിധർ. എഴുതാനറിയാമോ തത്തമ്മേ, വായിക്കാനറിയാമോ തത്തമ്മേ, വഴിതെറ്റി പോകാതെ വന്നാട്ടെ, ഈ പള്ളിക്കൂടമൊന്ന് കണ്ടാട്ടെ. എഴുതാനറിയാമോ തത്തമ്മേ, വായിക്കാനറിയാമോ
തത്തമ്മേ തത്തമ്മേ തമ്മിൽ തമ്മിൽ കൊത്തല്ലേ, തമ്മിൽ തമ്മിൽ കൊത്തിയാലോ തമ്മിൽ കൊത്തിച്ചാകൂലേ. തത്തമ്മേ തത്തമ്മേ തമ്മിൽ തമ്മിൽ കൊത്തല്ലേ, തമ്മിൽ തമ്മിൽ കൊത്തിയാലോ തമ്മിൽ കൊത്തിച്ചാവൂലേ, തമ്മിൽ കൊത്തിച്ചാവൂലേ. കുഞ്ഞിത്തത്തെ പോകല്ലേ, കുഞ്ഞിത്തട്ടിൽ പാലില്ലേ, കഞ്ഞി വിളമ്പാൻ ഞാനില്ലേ. കുഞ്ഞിത്തത്തെ പോകല്ലേ, മുത്തിനകത്തോ മാനത്തോ പച്ച പിടിച്ചൊരു പാടത്തോ. കുഞ്ഞിത്തത്തെ പോകല്ലേ, പൂച്ച പിടിക്കും നീയോർത്തോ. കുഞ്ഞിത്തത്തെ പോകല്ലേ, കുഞ്ഞിത്തട്ടിൽ പാലില്ലേ, കഞ്ഞി വിളമ്പാൻ ഞാനില്ലേ. കുഞ്ഞിത്തത്തെ പോകല്ലേ, മുത്തിനകത്തോ മാനത്തോ പച്ച പിടിച്ചൊരു പാടത്തോ. കുഞ്ഞിത്തത്തെ പോകല്ലേ, പൂച്ച പിടിക്കും നീയോർത്തോ. പൂച്ച പിടിക്കും നീയോർത്തോ. തത്തമ്മ പാട്ടിൽ നിന്ന് ഇനി അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. കഥയുടെ കുഞ്ഞുമണി ചെപ്പ് തുറക്കാനായി എത്തുന്നത് അക്ഷരക്കളരി 1-ലെ അഫ്ഷാനാണ്. ലോകപ്രസിദ്ധനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരിക്കൽ കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നു? സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നറിഞ്ഞു വരാൻ. അങ്ങനെ അയാൾ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. തൻ്റെ അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. എവിടെയാണെന്നു? ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. തൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വന്നു പോകുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്നും ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അടുത്തും എത്തിയപാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാനല്ലേ ഇവിടെ വന്നത്? അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് നന്നായി ചുറ്റിക്കണ്ടിട്ട് വരൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ദാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. കൊട്ടാരത്തിലെ എണ്ണമട്ട കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. ഗുരു ചോദിച്ചു, നീയെല്ലാം കണ്ടുവല്ലേ? നീ എൻ്റെ ആ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്നും പ്രത്യേകം നെയ്തു കൊണ്ടുവന്നതാണ്. നീ എൻ്റെ ആ ഉദ്യാനം കണ്ടില്ലേ? അത് ഈ മട്ടിലാക്കി തീർക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. നീ എൻ്റെ ആ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിനകത്തെ ഓരോ തുകൽ താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലാർന്നല്ലോ.
അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീയൊന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ ഒന്നുകൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവൻ്റെ കയ്യിൽ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോഴവൻ എല്ലാം കണ്ടു. ചുമരുകളിലെ കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരു പറഞ്ഞ തിരശീല, ഉദ്യാനം, പിന്നെ ഗ്രന്ഥപുര, ഇതെല്ലാം കണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. അവൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനോട് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിൻ്റെ ചോദ്യം വന്നു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത്, തൻ്റെ കയ്യിലിരിക്കുന്ന ആ 2 തുള്ളി എണ്ണ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കണ്ട, ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷെ ആ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടാൻ പാടില്ല. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ്. ആ എണ്ണ ഒരിക്കലും കൈവിട്ട് പെരുമാറാൻ പാടില്ല. കൂട്ടുകാരെ, ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഒരു കാവ്യശില്പമാണ്. അങ്കക്കളരിയിൽ വീരാളിപ്പട്ടെടുത്ത മലയാളം, വി മധുസൂദനൻ നായരുടെ വരികൾ കാവ്യശില്പമായി നമ്മുടെ മുമ്പിൽ എത്തുന്നു. നൃത്തശില്പം നമുക്കായി കാഴ്ചവെക്കുന്നത് മലയാളം പള്ളിക്കൂടത്തിലെ പാർവതി വിജയനാണ്. പാർവതിയെ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മലയാളം തങ്കത്തളികയിൽ വിരുന്നുകാരനെ ഊട്ടിയ മലയാളം, കടലും മലയും കായലുമോദിയ തനിമൊഴി മലയാളം, നിളയും ഗംഗയും അലിഞ്ഞ യോഗത്തെരുമൊഴി മലയാളം, കടുകു തുളച്ചെടുകടലു നിറച്ച തിരുക്കുറളുരിയാടി, കനലു പൊഴിച്ച ചിലപ്പതികാര കൊടുകൊട്ടി ആട്ടമാടി, പെരിയാർ തിരയുടെ അദ്വൈതത്തിൽ പെരുമാൾ തിരുമൊഴി തൂകി, ചെറിയോർക്കമുതായി മൺചട്ടികളിൽ ചുരന്ന മലയാളം, തുഞ്ചത്തെ സുഖകാകളി നേരുകൾ തുള്ളി ഉറഞ്ഞ ചിരിക്കതിന, മുഞ്ചു നിറഞ്ഞോരൊപ്പന പാഴ്വിൻ മാറി തുറന്നു തരും പാട്ട്, വീണ പൂക്കളെ വീണ്ടും ഉണർത്തി ചോര നമുക്കു ഞരമ്പുകളിൽ, അങ്കക്കളരിയിൽ വീരാളിപ്പട്ടുടുത്ത തുടുമൊഴി മലയാളം, തങ്കത്തളികയിൽ നവയുഗ കാവ്യം വിളമ്പി നിൽപ്പവൾ മലയാളം, 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 മലയാളം. മലയാള ഭാഷയുടെ മൊഴിയഴകും ഈണവും താളവും ചേരുന്ന നാടൻ പാട്ടാണ് അടുത്തത്. അവതരിപ്പിക്കുന്നത് അപ്പൂപ്പൻ സാറും ഭാഷാ പഠനക്കളരിയിലെ കുട്ടികളുമാണ്. വേദിയിൽ ശ്രീകുട്ടൻ, വേദിക നായർ, സതീഷ്, പ്രണവ് നായർ, ആദിഷ്, ഭാഗ്യ, അമാൻ, ദ്വിതി, ഹർഷിത, ധനലക്ഷ്മി, വേദിക, ഷിലോക്, ആഷിഖ്, അമേയ, സാം, അരുന്ധതി, ഹർഷിത. തകൃത തക തക തെയ്യന്താരാ, തകൃത തക തക തെയ്യന്താരാ, തകൃത തക തക തെയ്യന്താരാ, തകൃത തക തക തെയ്യന്താരാ,
തകൃത തക തക തെയ്യന്താര തകൃത തക തക തെയ്യന്താര തകൃത തക തക തെയ്യന്താര തകൃത തക തക തെയ്യന്താര ഉരുളി ഉരുളണ് തെയ്യന്താര മലരു പൊരിയണ് തെയ്യന്താര തളരണ തെയ്യന്താര മലരു വിരിയണ് തെയ്യന്താര ഉരുളി ഉരുളണ് തെയ്യന്താര മലരു പൊരിയണ് തെയ്യന്താര തളിര് തളരണ തെയ്യന്താര മലരു വിരിയണ് തെയ്യന്താര കിണ്ണമോടണ് തെയ്യന്താര കിണ്ടി മണ്ടണ് തെയ്യന്താര കണ്ടു നിക്കണ ഞാനുമോടണ് തെയ്യന്താര തെയ്യന്താര തകൃത തക തക തെയ്യന്താര തകൃത തക തക തെയ്യന്താര തകൃത തക തക തെയ്യന്താര തകൃത തക തക തെയ്യന്താര അച്ചങ്കൊമ്പത്തെ അമ്മവരമ്പത്തെ അച്ചങ്കൊമ്പത്തെ അമ്മവരമ്പത്തെ പാടി ചെമ്പോത്തെ കലഞ്ച കേട്ടു അച്ചങ്കൊമ്പത്തെ അമ്മവരമ്പത്തെ പാടി ചെമ്പോത്തെ കള്ളഞ്ച കേട്ടു കണ്ടാ മിണ്ടണ്ട കൊണ്ടുപോയി തിന്നോട്ടെ കണ്ടാ മിണ്ടണ്ട കൊണ്ടുപോയി തിന്നോട്ടെ അത്തഞ്ചിത്തിര ചോദി അച്ചൻ കെട്ടിയ വേലി അത്തഞ്ചിത്തിര ചോദി അച്ചൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടരി വച്ചു അച്ഛൻ വന്നു വഴക്കിട്ടു അമ്മ പൊളിച്ചിട്ടരി വച്ചു അച്ഛൻ വന്നു വഴക്കിട്ടു അത്തഞ്ചിത്തിര ചോദി അച്ഛൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടരി വച്ചു അച്ഛൻ വന്നു വഴക്കിട്ടു അമ്മ രണ്ടു വാക്ക് അച്ഛൻ രണ്ടു വീക്ക് ചെക്കൻ രണ്ടു പൂക്ക് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടേ കൊയ്യരെ കൊയ്യാ കൊയ് കൊയ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടേ കൊയ്യരെ കൊയ്യാ കൊയ് കൊയ് കാക്ക കൊത്തി കടപ്പുറത്തിട്ടേ കൊയ്യരെ കൊയ്യാ കൊയ് കൊയ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടേ കൊയ്യരെ കൊയ്യാ കൊയ് കൊയ് കാക്ക കൊത്തി കടപ്പുറത്തിട്ടേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് തട്ടാപ്പിള്ളരെ തട്ടിയെടുത്തേ കൊയ്യര കൊയ്യാ തട്ടിയെടുത്തപ്പ കടൽ വീണേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് തട്ടാപ്പിള്ളരെ തട്ടിയെടുത്തേ കൊയ്യര കൊയ്യാ തട്ടിയെടുത്തപ്പ കടൽ വീണേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് മുക്കുവ പിള്ളര് മുങ്ങിയെടുത്തേ കൊയ്യാ കൊയ് കൊയ് മുങ്ങിയെടുത്തപ്പ മുത്തായി തീർന്നേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് മുക്കുവ പിള്ളര് മുങ്ങിയെടുത്തേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് മുങ്ങിയെടുത്തപ്പ മുത്തായി തീർന്നേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് മുത്തുകൊണ്ടേ അവർ കൊട്ടാരം തീർത്തേ കൊയ്യര കൊയ്യാ മുത്തുകൊണ്ടേ അവർ കൊട്ടാരം തീർത്തേ കൊയ്യര കൊയ്യാ കൊട്ടാരക്കെട്ടിൽ സുഖമായി വാണേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് കൊട്ടാരക്കെട്ടിൽ സുഖമായി വാണേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടേ കൊയ്യര കൊയ്യാ കൊയ് കൊയ് 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 കൊയ്യര കൊയ്യാ കൊയ് കൊയ്. നന്ദി. അടുത്തതായി ഒരു കവിതയാണ്. മലയാളിയുടെ മനസ്സിലും ഭാവനാ ലോകങ്ങളിലും അമ്മയാണ് മലയാളം. തലമുറകളിലൂടെ ഭാഷാമൃതം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ കവിതകൾ രചിച്ച് ശബ്ദസുന്ദരൻ ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ്റെ വിഖ്യാതമായ മലയാള ഭാഷയെ പാടിപ്പുകഴ്ത്തുന്ന തറവാട്ടമ്മ എന്ന കവിത ഇന്നിവിടെ ആലപിക്കുന്നത് ആരാധന ഡി നായർ. നമസ്കാരം, എൻ്റെ പേര് ആരാധന ഡി നായർ. ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച തറവാട്ടമ്മ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. അമ്മിഞ്ഞപ്പാലോലും ചോരിവ കൊണ്ടാ
മകനുറ്റ വാത്സല്യമോടോ മനിപ്പാൻ തന്മാടിത്തട്ടിലിരിക്കും കിടാവിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തി ചെമ്മാലർ ചുണ്ടത്തും പിഞ്ചുകവിളത്തും ഉമ്മ വെച്ചച്ഛൻ തുടർന്നു ചൊല്ലി ഈ അമ്മ നാൾ തോറും ലാളിച്ചു നിന്മണി വായിലൊഴുക്കുന്നു പാലും തേനും ആ നീജ ഭാഷയമമ്മയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു ഏതാനും ദൂരത്തു കാണുന്നതില്ലയോ നൂതനശാലയൊന്ന കോവിലിൽ ഭൂതികാമന്മാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട നിൻ മാതാവാം കൈരളി ദേവതയെ അങ്ങു ചെന്നന്വാഹം സേവിക്ക തന്നീളം ചങ്ങാതിമാരൊത്ത ദേവിയെ നീ നിങ്ങൾക്കേവർക്കും ക്രമത്താലെ കൈവരും മംഗളഹേതുവാം തൽപ്രസാദം ആയായി മടിക്കരുതെന്തിനു പേടി നിൻ തായാട്ടും തായയെ തോഷിപ്പിക്കും തപ്പിയും തെറ്റിയും ഉച്ചരിച്ചാലതു മർഭഗവത്സലക്കിഷ്ടഗീതം കൈക്കൽ പലകമേലക്ഷരം കാക്കിരി പൂക്കിരിയാനി വരച്ചു കൊള്ളൂ നേർക്കതിൽ കാണാമ പ്രേമ സ്വരൂപതൻ പാൽക്കൂളിർ പുഞ്ചിരി തുള്ളികളെ നീ വെൺകടലാസു ചിന്തിടുന്നതും ദേവിക്കു താമരപ്പൂവിതളാം നീ വെൺകടലാസു ചിന്തിടുന്നതും ദേവിക്കു താമരപ്പൂവിതളാം ബാലൻ ധരിക്കുമോ ചൊൽവതിൻ സാരമെന്നാലോചിച്ചാവേശത്താൽ നമ്മുടെ നാടിതല്ലൂർജസ്വിയാമൊരു വെൺമഴു നിർമ്മിച്ച ദേശമത്രേ നമ്മുടെ ഓരോരോ വീർപ്പിലും ഉൾക്കൊള്ളുക തമ്മന്നിൻ നിർമ്മലവായു തന്നെ അമ്മയ്ക്കും അച്ഛനും അഷ്ടി കിടക്കുവാനിമ്മറു നാട്ടിൽ വസിക്കുകയും ദ്വീപാന്തരത്തിലെ ഭാഷയിൽ നാവിനെ വ്യാപാരിപ്പിക്കയും വേണ്ടി വന്നു എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യനു തൻ ഭാഷയൊന്നു കൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താക്കിയ ഹൃദ്വികാരത്തെ വേളിപ്പെടുത്താൻ നേരോർത്താലിപ്പര ഭാഷാ വ്യവഹാരം ചോറുവിൽ കുന്നിടത്തുണ്ണലത്രേ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ വിളമ്പി തരുന്ന ഭോജ്യം എൻ മകനേതു വിദേശത്തു വാഴ്കിലും നിന്മാനക്കാമ്പിലി ഓർമ്മ വേണം എന്നോടെ ഭാഷ താനെൻ തറവാട്ടമ്മ അന്യായാം ഭാഷ വിരുന്നുകാരി
എന്നൂടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ അന്യായാം ഭാഷ വീരുന്നുകാരി. നന്ദി. അടുത്തതായി ഒരു ഏകാംഗ നാടകമാണ്. രംഗത്ത് ഭാഷാ പഠന കളരിയിലെ അമാൻ. ആധുനിക ലോകം AI-യുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ നിർമ്മിത ബുദ്ധി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഏകാംഗ നാടകം. അമാൻ്റെ മാതാവും മാധ്യമപ്രവർത്തകയുമായ ആമിനയാണ് നാടകത്തിൻ്റെ പിന്നണിയിലുള്ളത്. തിരക്കഥ ഡോക്ടർ ജെസ്സി നാരായണൻ. നാടകം AI-യുടെ മലയാളം. അമ്മേ അമ്മേ, എന്താടാ കാര്യം പറ. ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് വന്നാലേ ഈ ചീനച്ചട്ടി കരിയും. മോൻ ഇങ്ങോട്ട് വാ. അമ്മേ ഒന്നിങ്ങോട്ട് വാ. അമ്മാനെ, രാവിലെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. സമയം എത്ര ആയിന്ന് നോക്ക്. നേരം പോയ നേരത്താ അവന്റെ ഒരു അമ്മേ കുമ്മേ. നാളെയാണ് മലയാളം പ്രസംഗം. നീ അത് AI-യോട് ചോദിച്ചു പഠിക്കുന്ന കേട്ടല്ലോ. ഇനി എന്ത് വേണം? പറഞ്ഞ മലയാളം കേട്ടിരുന്ന ടീച്ചർമാരൊക്കെ ചിരിച്ചു. അതിലെന്തൊക്കെയോ കുഴപ്പമുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, നീ പറ. തെറ്റിയാ ഞാൻ പറഞ്ഞുതരാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ദിവസം നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അയ്യോ, അങ്ങനെയല്ല. അത് ഗുഡ് മോർണിംഗ് എവരിബഡിയുടെ AI പരിഭാഷയാണ്. നമുക്കത് ഇങ്ങനെ പറഞ്ഞാൽ മതി. എല്ലാവർക്കും നമസ്കാരം. ശരി, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗാന്ധിജിക്ക് ജന്മദിനം ആണ്. അല്ലല്ല, അങ്ങനെയല്ല. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജി നമുക്ക് ഇന്ത്യയുടെ അച്ഛൻ ആണ്. ചേ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അമ്മ, ഇത് ശരിയാവില്ല കേട്ടോ. എന്ത് ശരിയാവില്ല? എനിക്ക് വയ്യ, മൊത്തം മാറ്റി പഠിക്കാൻ ഇനി എനിക്ക് വയ്യ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അമ്മ എന്നെ ടീച്ചറിനെ വിളിച്ചേ അമ്മാന് പനിയാണെന്ന് പറഞ്ഞാൽ മതി. അതെ, ടീച്ചറോട് എന്ത് പറയണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട കേട്ടോ. ബെസ്റ്റ് നിന്നെ പ്രസംഗത്തിന് തിരഞ്ഞെടുത്ത ടീച്ചറെ പറഞ്ഞാ മതി. അമ്മയല്ലേ അമ്മ പറഞ്ഞേ ഏക്കല്ലാറേ നോവൽ വരെ എഴുതുമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അയ്യോ. ശ്രീ വി മധുസൂദനൻ നായരുടെ ഒരു കിളിയും 5 വേടന്മാരും എന്ന കവിതയെ ആസ്പദമാക്കി സാഹിത്യകളരി വിദ്യാർത്ഥിനി വന്ദന കൃഷ്ണ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗമാണ് അടുത്ത ഇനം. തങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകൾ ജാഗരൂകരാകേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചോതുന്ന ഈ കവിതയ്ക്ക് കഥാപ്രസംഗ ഭാഷ്യമൊരുക്കിയത് മലയാളം പള്ളിക്കൂടം സെക്രട്ടറി കൂടിയായ ഡോക്ടർ ജെസ്സി നാരായണനാണ്. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീത നമസ്കാരം. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ ഞാൻ അവതരിപ്പിക്കുന്ന ഈ കഥാപ്രസംഗം ആരംഭിക്കട്ടെ. ഒരു കിളിയും 5 വേടന്മാരും. പ്രശസ്ത കവിയും മലയാള പള്ളിക്കൂടത്തിൻ്റെ പ്രഥമ അധ്യക്ഷനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ രചിച്ച ഒരു കിളിയും 5 വേടന്മാരും എന്ന കവിതയെ ആസ്പദമാക്കി ഡോക്ടർ ജെസ്സി നാരായണൻ രചിച്ചതാണ് ഈ കഥാപ്രസംഗം. ഒരു കിളിയും 5 വേടന്മാരും. വസന്തത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പൈങ്കിളികൾ പാട്ടുപാടി പറന്നുല്ലസിച്ചു. പൂമണവും പേറിക്കൊണ്ട് പൂങ്കാറ്റെത്തി. പൂത്തുലഞ്ഞ വൃക്ഷങ്ങളിൽ സ്വപ്നങ്ങൾ കൂടുകെട്ടി തുടങ്ങി. അതേസമയം ഏകാന്തതയുടെ തടവറയിൽ നിന്ന് ആ പെൺകിളിയും മോചിതയായി. അവളുടെ മനസ്സ് ചിറകടിച്ചുയർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് പറന്നുയരാൻ അവളുടെ ഹൃദയം തുടിച്ചു. ദൂരെ എവിടെയോ ഒരു കാട് വസന്തത്തിന് സ്വർഗീയ വിരുന്നൊരുക്കിയിരുന്നത് അവൾ അറിഞ്ഞു. പക്ഷേ അങ്ങോട്ടുള്ള വഴി ഏതെന്ന് അവൾക്കറിയില്ലായിരുന്നു. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാടറിയാക്കിളി കഥയറിയാക്കിളി കരളാലൊരു മൊഴി ചോദിച്ചു. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? ആ പെൺകിളിക്കപ്പോൾ കാട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് അവളുടെ കണ്ണിനു കാണാത്ത തോഴനായിരുന്നു.
കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി. കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി. ഇനിയും ഒരാറു കടക്കേണം, കിളീറനുടുത്തു നടക്കേണം. കാണാ കൈത്തിരി കരുതേണം, കിളികല്ലും മുള്ളും താണ്ടേണം. ആ സമയത്ത് അവളുടെ മുന്നിലേക്ക് 5 കരിവേടന്മാരെത്തി. അവർ പറഞ്ഞു, വഴിയന്വേഷിക്കുന്ന കിളി, നീ ഞങ്ങളോടൊപ്പം പോരൂ. ഞങ്ങൾ നിനക്ക് നല്ല തണലുള്ള വഴി കാട്ടിത്തരാം. ആ വഴിയിലൂടെ പോയി പിന്നെ മറ്റൊരു വഴിയുണ്ട്, പിന്നെ വേറൊരു വഴി, അങ്ങനെ പോയി പോയി നിനക്ക് കാട്ടിലെത്താം. അത് കേട്ട കിളിയുടെ തോഴൻ പറഞ്ഞു, അരുത്, വഴിയറിയാത്ത കിളി, നീ അവരോടൊപ്പം പോകരുത്. ആ വഴി അപകടം നിറഞ്ഞതാണ്. പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത ആ പെൺകിളി തൻ്റെ തോഴൻ പറഞ്ഞത് കേൾക്കാതെ വേടന്മാരുടെ കൂടെ പോയി. അവൾക്കൊന്നും കേൾക്കണ്ട. പൂന്തേനും പൂങ്കാറ്റും കനികളും മതിച്ചൊഴുകുന്ന കാട്ടാറുകളുമുള്ള ആ കാടു മാത്രമാണ് അവളുടെ ലക്ഷ്യം. തൻ്റെ പാവം തോഴനെ കൈവിട്ട് ആ പെൺകിളി വേടന്മാർക്കൊപ്പം മുന്നോട്ട് നീങ്ങി. ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരം അവളെ കാണിച്ചു. രണ്ടാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീരു കുടിപ്പിച്ചു. മൂന്നാമത്തവൻ എരിമണമേറ്റിയ പൂവുകളേറെ മണപ്പിച്ചു. പൊയിലവിൻ തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടനുടുപ്പിച്ചു. അഞ്ചാം വേടൻ കാതിനെ ഇക്കിളി തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു. എന്തൊരു കേമം ഇതെന്തൊരു കേമം, എന്തൊരു കേമം ഇതെന്തൊരു കേമം, പൈങ്കിളി തന്നെ മറന്നേ പോയി. എന്തൊരു കേമം ഇതെന്തൊരു കേമം, പൈങ്കിളി തന്നെ മറന്നേ പോയി. അതെ, ആ പാവം പൈങ്കിളി സ്വയം മറന്നു. അവളേതോ മാസ്മര ലഹരിയിലായിരുന്നു. അവളുടെ കണ്ണുകളിൽ അന്ധകാരം തുളുമ്പി നിന്നു. ഒടുവിൽ ഏതോ ഒരു നിമിഷത്തിൽ ഒരു ഞെട്ടലോടെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് അവളാകെ പേടിച്ച് വിറച്ചുപോയി. അയ്യോ, ഇതെവിടെയാണ്? ഇത് കാടല്ലല്ലോ, ഇവിടെ പൂവണമില്ലല്ലോ. അവളുടെ നേർക്ക് പേ പിടിച്ച ഇരുട്ട് 1000 നഖങ്ങളും നാവുകളും നീട്ടി. അവളുടെ മുന്നിലിരുന്ന മുന്തിരി നീർ നിറച്ച സ്വർണ്ണക്കോപ്പ ഇപ്പോൾ പാറപ്പുറ്റുകൾ നിറഞ്ഞ പാമ്പുകൾ എഴിയുന്ന പൊട്ടക്കിണറാണ്. പൈങ്കിളി കൺ തുറന്നു നോക്കി. തൻ്റെ ചുറ്റും തേളുകളും തേരട്ടകളും മാത്രം. ചെല്ലക്കിളിയുടെ ചിറകിനു ചുറ്റും ചീറിയടിക്കും ചുടുകാറ്റ്. അമ്പും വില്ലുമെടുത്തേ നിൽപ്പു 5 കരിവേടന്മാർ. അമ്പും വില്ലുമെടുത്തേ നിൽപ്പു 5 കരിവേടന്മാർ. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ പെൺകിളിയാകെ തകർന്നുപോയി. എങ്ങും ശൂന്യത, മരവിപ്പ്, ഇരുട്ട്. ആ തകർച്ചയിൽ അവൾ പിടഞ്ഞു പിടഞ്ഞു കിടക്കവേ ഒരു പുലരിക്കാറ്റിൻ്റെ സാന്ത്വനം പോലെ അവളുടെ തോഴൻ അവൾക്കരികിലേക്കെത്തി. ഒരു തേനരുവിയുടെ മന്ത്രണം പോലെ അവൻ്റെ വാക്കുകൾ. കേൾക്കൂ. നാവിനു വാക്കിൻ വാളുതരാം, തീനാളം കൊണ്ടൊരു ചുണ്ടുതരാം. നാവിനു വാക്കിൻ വാളുതരാം, തീനാളം കൊണ്ടൊരു ചുണ്ടുതരാം. പൊയ്വഴി കാണാ ചൂട്ടുതരാം, ഞാൻ പുതുമൊഴിയൊഴുകും പാട്ടുതരാം. നന്മകൾ പൂത്ത മണം ചൊരിയാം, നേർവെൺമകൾ കൊണ്ടു പുതച്ചു തരാം. കൊത്തിക്കീറുക വേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ. കൊത്തിക്കീറുക വേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ. ചങ്ങല
ചങ്ങല നീറ്റുക നീനി വീണ്ടും മംഗലമുണരും കാടണയും. ചങ്ങല നീറ്റുക നീനി വീണ്ടും മംഗലമുണരും കാടണയും. അതു കേട്ടപ്പോൾ 100 കുടം കുളിർനീരുമായി ഒരു തേനരുവി അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി. തളിരിലകൾ വീണ്ടും പൂഞ്ചിറക്ക് വിരിച്ചുണർന്നു. ഇനി ആ മനസ്സിൽ നോവുകളില്ല. കിളിയുടെ കണ്ണുകളിൽ ഇപ്പോൾ വേടന്മാരെ എരിച്ചു കളയാനുള്ള കനലാണ്. അതെ, അവൾ ശക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ചിറകു കുടഞ്ഞു പൈങ്കിളി പുതിയൊരു ചിരിയിലുണർന്നവൾ പാടിപ്പോയി. ചിറകു കുടഞ്ഞു പൈങ്കിളി പുതിയൊരു ചിരിയിലുണർന്നവൾ പാടിപ്പോയി. കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടിത്തരുവേനെല്ലാവർക്കും. കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടിത്തരുവേനെല്ലാവർക്കും. കാട്ടിത്തരുവേനെല്ലാവർക്കും. കൂട്ടുകാരെ, കാലം കലുഷിതമാണ്. നാം എപ്പോഴും നമ്മുടെ കണ്ണുകളും കാതുകളും തുറന്നിരിക്കേണ്ടതുണ്ട്. ചതികുഴികളിൽ വീഴാതെ നാം വിവേകമതികളാകണം. യഥാർത്ഥ സ്നേഹം നാം തിരിച്ചറിയണം. സ്നേഹപൂർവമായ ഉപദേശങ്ങൾക്ക് നാം ചെവി കൊടുക്കണം. ഇത്രയും നേരം എൻ്റെ എളിയ കഥാപ്രസംഗം ശ്രവിച്ചു കൊണ്ടിരുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തതായി ഒരു കവിതയാണ്. ശ്രീ അയ്യപ്പ പണിക്കർ രചിച്ച കാടെവിടെ മക്കളെ എന്ന കവിത ആലപിക്കുന്നത് സാഹിത്യകളരിയിലെ കുട്ടികളാണ്. ചടുലമായ ഈ കവിതയിൽ മുഴങ്ങുന്നത് നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക അധപതനത്തിനെതിരെയുള്ള കവിയുടെ ആത്മരോഷമാണ്. വേദിയിൽ കൗശിക്, വസുദേവ്, ആരാധന, നിഹാരിക, അന്നപൂർണ, വന്ദന കൃഷ്ണ, ഹൃദ്യ, നന്ദന, നികിത, ഋജുത, ശ്രീപതി, അഫ്ഷീൻ, അഭിറാം എസ്നിതിൻ. കാടെവിടെ മക്കളെ, വേരെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. കാടെവിടെ മക്കളെ, വേരെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ. കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെന്റെ മക്കളെ. പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകളും എവിടെന്റെ മക്കളെ. പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളും എവിടെന്റെ മക്കളെ. മഹോത്സവ പെരുന്നാളിലലയടിച്ചാക്കുന്ന കടലോരമെവിടെന്റെ മക്കളെ. കാർഷിക ഗവേഷണ കശപിശയിൽ വാടാത്ത കാറ്റു വീഴാക്കേര തരുവെവിടെ മക്കളെ. ഫാക്ടറി പുകയുറഞ്ഞാസ്മാ വലിക്കാത്തൊരോക്സിജൻ വീശുന്ന നാടെവിടെ മക്കളെ. ശാസ്ത്രഗതി കൈവിരൽ തുമ്പാൽ നയിക്കുന്ന തീർത്ഥാടകർ ചേർന്ന നാടെവിടെ മക്കളെ. പത്തിരി കറി കൂട്ടി മണവാട്ടി തുണയുന്നൊരൊപ്പനകൾ പാടുന്ന നാടെവിടെ മക്കളെ. മരവും മനുഷ്യരും കിളിയും മൃഗങ്ങളും ചെടിയും ചെടിക്കാത്ത നാടെവിടെ മക്കളെ. മതഗന്ധ പൂരം പൊലിക്കുന്ന നാടെവിടെ മക്കളെ. അരുമകളെ അടിമകളെ ആനകളെ മാനുകളെ അറുകൊലയറുക്കാത്ത നാടെവിടെ മക്കളെ. മലനാടിലൂറുന്ന വയനാടിലുറയുന്ന ചുടുരക്ത കബരി നാടെവിടെന്റെ മക്കളെ. വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത നാടെവിടെ മക്കളെ. ഉച്ചയ്ക്കു കുട്ടികൾ ഞെട്ടിത്തളരാത്ത വിദ്യാലയങ്ങളുടെ നാടെവിടെ മക്കളെ. കള്ളനാ
മരത്തിൽ മതത്തിൽ മരുന്നിലും മായയിൽ ബ്രഹ്മത്തിൽ മായം കലർത്താത്തൊരെന്റെ നാടെവിടെന്റെ മക്കളെ. യന്ത്രം കറക്കുന്ന തന്ത്രം ചവയ്ക്കുന്ന മന്ത്രം ജപിക്കുന്ന മന്ത്രിമാരുരുളാത്ത കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത കുയിലിന്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുലടയുടെ വേദാന്ത പടുമൊഴികളോതാത്ത തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത കുടറും മനുഷ്യന്റെ കുടൽമാല കീറാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത കുശുകുശുപ്പറിയാത്ത കൂടോത്രമില്ലാത്ത കരളുകൾ കരയാത്ത കണ്ണുനീരുറയാത്ത എന്റെ നാടെവിടെന്റെ മക്കളെ. തൊഴിലിനൊത്തുടമയൊത്തുയിരിനൊത്തുടലുമൊത്തുദവിയൊത്തോണമുണ്ടുണരേണ്ടൊരെന്റെ നാടെവിടെന്റെ മക്കളെ. എന്റെ നാടെവിടെന്റെ മക്കളെ. എന്റെ നാടെവിടെന്റെ മക്കളെ. അടുത്തതായി വായനയാണ്. വായന ലഹരിയാണ്. വായനയാകണം നമ്മുടെ ലഹരി. 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും 500-ൽ പരം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണി വിശേഷം എന്ന കഥാപുസ്തകത്തിൻ്റെ രചയിതാവുമായ ഒരു കൊച്ചുമിടുക്കി മലയാളം പള്ളിക്കൂടത്തിലുണ്ട്, വരദ RP. കഥയുടെ വായനയുടെ മാസ്മര ലഹരിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായി വരദ RP ആണ് വേദിയിലുള്ളത്. പി നരേന്ദ്രനാഥ് എഴുതിയ മനസ്സറിയ യന്ത്രം. കൊരങ്ങന്മാരെ, മൊത്തം കൊരങ്ങന്മാരെ, വലിയ മാമൻ ശുണ്ടിമൂത്ത് ഉറക്കെ വിളിച്ചു പറയും. അപ്പോൾ വലിയ മാമന്റെ ഉച്ചക്കുടുമ നിന്ന് തുള്ളുന്നുണ്ടാവും. കുട്ടിനാരായണൻ ഇത് കാണാൻ ബഹുരസമാണ്. അവൻ വാ പൊത്തി പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ചിരിക്കും. വലിയ മാമൻ കാണേ ചിരിക്കാൻ ധൈര്യമില്ല. ചിരിക്കുന്നങ്ങനെ കണ്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. വലിയ മാമന് എപ്പോഴാണ് ശുണ്ടി വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ശുണ്ടി വന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല. ആരും പിന്നെ വല്യമാമൻ്റെ മുന്നിലേക്ക് ചെല്ലില്ല. ഈ ശുണ്ടിക്ക് ഒരു വലിയ കാരണമുണ്ട്. വല്യമാമൻ മറവിക്കാരനാണ്. അപ്പോൾ തുടർച്ചയായി അബദ്ധങ്ങൾ പറ്റും. അപ്പോഴൊക്കെ ശുണ്ടി വരും. വല്യമാമൻ്റെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട് പുസ്തകവും ചെവിക്കുറ്റിയിൽ ഒരു പെൻസിലും കാണും. കുടുംബാംഗങ്ങൾക്കും വേലക്കാർക്കും നൽകുന്ന കൽപ്പനകൾ അപ്പോൾ വല്യമാമൻ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിടും. അതിൻ്റെ മാതൃക ഇങ്ങനെയാണ്: നാളെ തെങ്ങുകയറ്റമാണ്. ശംഖുവിനെ വിളിച്ച് സംഗതി പറഞ്ഞിട്ടുണ്ട്. നാളെ കുടുംബ വെട്ടിക്കണം. വളക്കത്തര രാമുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ പോകുന്നു. എത്രയൊക്കെ ആയാലും വലിയ മാമന് പിന്നെയും അബദ്ധങ്ങൾ പറ്റും. നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ മറന്നു പോകും. അപ്പോൾ ഉണ്ടാകുന്ന ബഹളം ചില്ലറയൊന്നുമല്ല. വലിയ മാമൻ എന്നും രാവിലെ നോട്ട് പുസ്തകം എടുത്ത് തലേ ദിവസം എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കും. അന്നും വലിയ മാമൻ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു ഉമ്മറത്ത് ചാരു കസേരമേൽ വന്നിരുന്നു. അരക്കെട്ടിൽ തിരികെ വെച്ചിരുന്ന പൊടി ഡപ്പയെടുത്ത് തുറന്ന് ഒരു വലിയ നുള്ളു പൊടി മൂക്കിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. എന്നിട്ട് നോട്ട് പുസ്തകം എടുത്ത് പരിശോധിച്ചു. അപ്പോഴാണ് വേലക്കാരൻ ശംഖു ഉമ്മറത്തേക്ക് വന്നത്. എന്താ? വല്യമാമൻ സഗൗരവം ശംഖുവിനോട് ചോദിച്ചു. അവർ വന്നിട്ടുണ്ട്. ശംഖു സവിനയം മറുപടി പറഞ്ഞു. ആര്? വല്യമാമൻ സംഗതി മനസ്സിലായില്ല. കിണറ് കുഴിക്കാനുള്ള കൂലിക്കാര്, ശംഖു വ്യക്തമാക്കി. വല്യമാമൻ ധൃതിയിൽ നോട്ട് പുസ്തകത്തിലേക്ക് കണ്ണോടിച്ചു. ഇല്ല, എഴുതിയിട്ടില്ല. കിണറ് കുഴിക്കേണ്ട കാര്യം തന്നെ അതിൽ എഴുതിയിട്ടില്ല. കിണറ് കുഴിക്കേണ്ടത് ആവശ്യം തന്നെ, പക്ഷേ അത് ഇന്ന് തന്നെ ആകണമെന്ന് ആരാണ് നിശ്ചയിച്ചത്? വല്യമാമന് ശംഖുവിനെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം വന്നു. ആനവയറൻ, ഏഭ്യൻ, നന്ദിയില്ലാത്തോൻ! വല്യമാമൻ ശംഖുവിനെ ചീത്ത പറഞ്ഞു. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കുട്ടിനാരായണൻ. അവൻ ചിരി അടക്കിക്കൊണ്ട് വല്യമാമൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ കിണറ് കുഴിക്കാനുള്ള കൂലിക്കാരെ ഏർപ്പാട് ചെയ്യണമെന്ന് വല്യമാമൻ ഇന്നലെ ശംഖുവിനോട് പറഞ്ഞിരുന്നു. ഞാൻ കേട്ടതാണ്. എന്തിനാണ് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായതെന്ന് പണിപ്പെട്ട് ആലോചിക്കുകയായിരുന്നു വല്യമാമൻ.
കുട്ടിനാരായണൻ പറഞ്ഞപ്പോൾ കാര്യം ഓർമ്മ വന്നു. പണിക്കാർ പടിക്ക് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. തുടങ്ങിക്കോട്ടെ, കിണറിന്റെ പണി തുടങ്ങിക്കോട്ടെ. പണിക്കാർ കിളയ്ക്കുന്നതും മണ്ണ് മാന്തി പുറത്തേക്കിടുന്നതും നോക്കി വല്യമാമൻ ജിജ്ഞാസയോടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മണ്ണിൽ നിന്നും ഒരു മിന്നുന്ന കുഴല് പോലുള്ള സാധനം പുറത്തേക്കെടുത്തു. കുട്ടിനാരായണനാണത് കണ്ടത്. അതിന്റെ കീഴ്ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു മനസ്സറിയും യന്ത്രം. അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും കുഞ്ഞക്ഷരങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. വല്യമാമന് അതിസന്തോഷമായി. ഉമ്മർത്ത് വന്നിട്ട് ചോദിച്ചു, ആദ്യം ആരുടെ മനസ്സാണ് നോക്കേണ്ടത്? എൻ്റെ മനസ്സ് ആദ്യം നോക്കണം. എൻ്റെ മനസ്സ്. വല്യമാമ, എൻ്റെ മനസ്സ് നോക്കണം. എന്നിങ്ങനെ അമ്മായിയും കൃഷ്ണൻകുട്ടിയും കുട്ടിനാരായണനും സരോജിനി ഒക്കെ പറഞ്ഞു. അപ്പോൾ വല്യമാമൻ പറഞ്ഞു, നിക്ക് നിക്ക്, എല്ലാവരും ക്ഷമിക്കൻ. ആദ്യം ഞാൻ കൃഷ്ണൻകുട്ടിയുടെ മനസ്സ് തന്നെ നോക്കാം. കൃഷ്ണൻകുട്ടി, എൻ്റെ നേരെ മുന്നിൽ വന്ന് നിൽക്ക്. കൃഷ്ണൻകുട്ടി വല്യമാമൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പെട്ടെന്ന് കൃഷ്ണൻകുട്ടിക്ക് ഒരു പരിഭ്രമം. എന്തായിട്ടാ ഇങ്ങനെ പേടിക്കണേ? കുട്ടിനാരായണൻ ചോദിച്ചു. ഹേയ്, എനിക്ക് പേടിയൊന്നുമില്ല. നീ എൻ്റെ നേരെ മുന്നിൽ വന്ന് നിൽക്ക്. വല്യമാമൻ ആ യന്ത്രം പ്രവർത്തിപ്പിച്ചു. അതിനുശേഷം വല്യമാമന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കുട്ടിനാരായണ, ആ ചൂരിലിങ്ങെടുത്തോണ്ട് വന്നേ. കുട്ടിനാരായണൻ വേഗം അകത്തു നിന്ന് ചൂരിലെടുത്തോണ്ട് വന്നു. വല്യമാമൻ കൃഷ്ണൻകുട്ടിയുടെ തുടയിൽ 4 എണ്ണം പറ്റിച്ചു കൊടുത്തു. എന്താ എന്താ ഇപ്പം ഉണ്ടായേ? എല്ലാവരും അമ്പരം നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മായി ചോദിച്ചത്. വല്യമാമൻ അത് ശ്രദ്ധിച്ചില്ല. നീ ഇന്നലെ എന്നെ പൊടിടപ്പി തുറന്ന് പൊടിയെടുത്ത് വലിച്ചു അല്ലടേ ഏഭ്യ. ഇനി വലിക്കോ നീ? ഇല്ല, അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാലും ഈ യന്ത്രം നുണ പറയില്ലല്ലോ. ഈ മനസ്സറിയും യന്ത്രം കിട്ടിയത് തന്നെ ഭാഗ്യമായി. അമ്മായിക്ക് അതങ്ങോട്ട് വിശ്വാസം വന്നില്ല. കൃഷ്ണൻകുട്ടി, നീ പൊടിടപ്പി തുറന്ന് പൊടിയെടുത്ത് വലിച്ചോടാ. ഹൂവ്, ഞാൻ ഇന്ന് ചെയ്യില്ല. കൃഷ്ണൻകുട്ടി കുറ്റം സമ്മതിച്ചു. മനസ്സറിയും യന്ത്രം വീട്ടിൽ വന്നതോടെ മറ്റുള്ളവരുടെയും വീട്ടിലുള്ളവരുടെയും വേലക്കാരുടെയും എല്ലാം കള്ളത്തരങ്ങൾ വെളിച്ചത്താവുന്നു. ആ യന്ത്രം കൊണ്ട് വീട്ടിലുള്ളവർക്കും ആർക്കും ഒരു ഇരിക്കപ്പുറതിയും ഇല്ലാതായി. നന്ദി. അടുത്തതായി വീണ്ടും ഒരു കവിതയാണ്. വിഷുക്കണി എന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച കവിത ആലപിക്കുന്നത് അഫ്ഷീനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിഷുക്കണി. നീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്കു ചൂളയിൽ നിന്നെന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീറിവേർത്തിമ താണു കാണുകയാവാം ഭദ്രേ. നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ലത്. പക്ഷേ വിരഹിപ്പിതി വെയിലിൽ പൊതുവേട്ടാളൻ കുഞ്ഞുപോലയൻ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൽ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ. കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും വയലിൽ കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും കൺമഷി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും കടലിൻ മാറത്തു നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളകുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാര മണൽ തിട്ടിൽ വെട്ടവും നിഴലും ചേർന്നിയലും നൃത്തങ്ങളും ഞാൻ അനുഭവിക്കയാണോർമ്മയിൽ ചുടുവയിൽ സാനന്ദം കളിച്ചാർക്കും തോഴർധൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും. പിന്നെയുമൊന്നുണ്ട്, പണ്ടൊരു വേനലിൽ അച്ഛൻ കണ്ണടച്ചൻ വീടെല്ലാം പകലുമിരുണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ
കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ നിൻ തറവാട്ടിൽ അപ്പുറത്തുത്സാഹത്തിലാണു നിന്നേട്ടൻ, ഞാനോ നിഷ്ഫലമെന്തോ വായിച്ചുമ്മറത്തിരിക്കവേ. മിണ്ടാതെയാരോ വന്നെൻ കൺമിഴി പൊത്തി കണി കണ്ടാലുമെന്നോദീ. ഞാൻ പകച്ചു നോക്കുന്നേരം സുന്ദര മന്ദസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ. ലോലമായി വിളർത്തൊന്നുമറിയാത്തൊരു കുരുത്തോല പോലെഴും പെണ്ണിനിത്രമേൽ കുറുമ്പെന്നോ പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ ചോദിക്ക. ആ പരിതാപത്തിനാഴം പെട്ടെന്നു മനസ്സിലായി. ബാഷ്പസങ്കുലമായ കൺകളോട് അയ്യോ മാപ്പേ എന്നാ പരിമൃദുപാണി നീ എൻ്റെ കയ്യിൽ ചേർക്കേ. ആ വിഷുക്കണി കണ്ടും കൈനീട്ടം മേടിച്ചുമൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി. ആ വിഷുക്കണി കണ്ടും കൈനീട്ടം മേടിച്ചുമൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെയല്ലോ നേടി. നന്ദി. CV രാമൻ പിള്ളയുടെ ചരിത്രാഖ്യായികയായ 1918 പ്രസിദ്ധീകരിച്ച രാമരാജ ബഹദൂറിലെ കഥാപാത്രമായ പെരിഞ്ചക്കോടനെ വേദിയിൽ അവതരിപ്പിക്കുന്നു രാമാനുജൻ. പെരിഞ്ചക്കോടനും ഭാര്യ ലക്ഷ്മി അമ്മയുമായുള്ള സംഭാഷണമാണ് വേദിയിലെത്തിക്കുന്നത്. എന്തോ എന്തെല്ലാം കണ്ടേച്ചും ചെയ്തേച്ചും വന്നെന്നോ ലക്ഷ്മി. ചിലതൊക്കെ പൂത്ത് കായ്ച്ച് പഴുക്കുമ്പോ നമ്മുടെ തേവൂനി എങ്ങനെ ഇനിക്കുമെന്നോ. ആ അതങ്ങ് കിടക്കട്ടെ. ഈ പാണ്ട എന്നും മറ്റും ചൊല്ലിക്കൊടുത്ത കോന്തനാരാര്? ആരമ്മണു? മിനക്കെട്ടിരിക്കുമ്പോ ഇതെല്ലാം എവിടെ നിറഞ്ഞോ? കുഞ്ചലിയും പുഴുക്കല് കാണുമ്പോ കൊറിക്കാൻ നോക്കുമേ. അപ്പടിയാ കാര്യക്കടപ്പ്. ആ അയ്യന പിള്ളയെ ഇത്തിരി മാറ്റി നിർത്തിക്കോ. യവന്റെ മന്ത്രവാസം അപ്പം ഇതാ സോഹാന്നല്ലോ പറ്റണത്. കൂമ്പാള പോലെ ഇരുന്ന മുന്നിൽ ചോര നീര് ഓട്ടം തുടങ്ങി. പെറ്റതല്ല, ഊട്ടാനും കുളിപ്പാനും മാത്രം. മനം പൊരുന്തിയ മണവാളനെ കൊണ്ടുവരണമെങ്കിൽ തന്തിയാൻ ഉഴയ്ക്കണം. ഇതേ സാഹസങ്ങൾക്കൊന്നും പുറപ്പെടരുത്, അനർത്ഥങ്ങൾ വന്നേക്കും. പണ്ട് താരയുടെ വാക്ക് കേൾക്കാതെ യുദ്ധത്തിന് പുറപ്പെട്ട ബാലിക്ക് മരണം പറ്റി. എന്റെ ലക്ഷ്മി, എഴവിന് ഒപ്പാരിന് നിനയ്ക്കാതെ വാലിയുടെ മണ്ടത്തരം കൊണ്ട് അയാളുടെ മണ്ട വിഴുന്നുപോയി. പെരിഞ്ചക്കോടൻ അയാളെ പോലെ വല്ല പാങ്ങണറ്റിലും ചെന്ന് ചാടൂല. അവനെ ആ തുളുമാണിയെ പോലെ പരുത്തിരിക്കണ എവിടെ ചുട്ടിത്തലേ. എന്തൊരവനെ പിടിച്ചു കെട്ടി ഇങ്ങ് കൊണ്ടുവന്നില്ലെങ്കിൽ കഷ്ടത്തിനൊന്നും കച്ച കെട്ടേണ്ട. അവിടുന്ന് പറഞ്ഞിട്ടുള്ള വടുവൻ കഥ ഒന്ന് ഓർത്ത് കളയണം. വള്ളിയൂർ കുലശേഖര പെരുമാളെ തൻ്റെ മകൾക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ അച്ഛൻ ശവത്തെയല്ലേ കെട്ടിയെടുത്തു കൊണ്ടുവന്ന് മകൾക്ക് കാഴ്ചവെച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് ചാടും, അവർ എതിർക്കും. ഇവിടെ ദേഷ്യം വരും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഈശ്വരന് തന്നെ അറിയാം. നീ കേറിയിരുന്ന് നത്തിഴയ്ക്കാതെ. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നവനല്ല പെരിഞ്ചക്കോടൻ. അടുത്തതായി വീണ്ടും ഒരു കവിതയാണ്. പ്രകൃതിയുടെ താരാട്ട് കേട്ട് വളർന്നവരാണ് നാം എല്ലാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ താരാട്ട് കേൾക്കാൻ അവകാശമില്ലേ? ഈ കുഞ്ഞു മനസ്സിൽ ഉണരുന്ന സംശയങ്ങളാണ്. ഈ പാട്ട് ഈണം നൽകിയത് ബിജിപാലാണ്. വരികൾ എഴുതിയത് കിഷോർ എൻ കരുൺ. പാടുന്നത് ഭാഷാ പഠനകളരിയിലെ കുട്ടികൾ: ശ്രീകുട്ടൻ, വേദിക നായർ, സതീഷ്, പ്രണവ് നായർ, ആദിഷ്, ഭാഗ്യ, അമാൻ, ദ്വിതി, ഹർഷിത, ധനലക്ഷ്മി, വേദിക, ശിലോക്, ആഷിഖ്, അമേയ, സാം, അരുന്ധതി, ഹർഷിത. കുഞ്ഞിക്കാതിനൊരിമ്പം പകരുവാൻ കുഞ്ഞിക്കിളികൾ ചിലക്കേണ്ടേ. കുഞ്ഞിക്കിളികൾ
ചില്ലകൾ വേണ്ടേ കുഞ്ഞിച്ചില്ലകൾ കാടിത്തിമിർക്കുവാൻ കുഞ്ഞുമരങ്ങൾ വേണ്ടേ കുഞ്ഞുമരങ്ങൾക്ക് വേരു പിടിക്കുവാൻ മണ്ണും മഴയും വേണ്ടേ മണ്ണും മഴയും വേണ്ടേ കുഞ്ഞിളം നാവിൽ നുകർന്നുരസിക്കുവാൻ കുഞ്ഞു പഴങ്ങൾ വേണ്ടേ കുഞ്ഞു പഴങ്ങൾ മൂത്തു പഴുക്കുവാൻ കുഞ്ഞിച്ചില്ലകൾ വേണ്ടേ കുഞ്ഞിച്ചില്ലകൾ പൂത്തു തളിർക്കുവാൻ കുഞ്ഞുമരങ്ങൾ വേണ്ടേ കുഞ്ഞുമരങ്ങൾക്ക് വേരു പിടിക്കുവാൻ മണ്ണും മഴയും വേണ്ടേ മണ്ണും മഴയും വേണ്ടേ കുഞ്ഞി കണ്ണിനെ ഊതിയുറക്കുവാൻ കുഞ്ഞിളം കാറ്റ് വരേണ്ടേ കുഞ്ഞിളം കാറ്റിന് കിന്നാരം ചൊല്ലുവാൻ കുഞ്ഞി പച്ചില വേണ്ടേ കുഞ്ഞി പച്ചില തോരണം തൂക്കുവാൻ കുഞ്ഞി ചില്ലകൾ വേണ്ടേ കുഞ്ഞി ചില്ലകൾ പച്ച പുതയ്ക്കുവാൻ കുഞ്ഞുമരങ്ങൾ വേണ്ടേ കുഞ്ഞുമരങ്ങൾക്ക് വേരു പിടിക്കുവാൻ മണ്ണും മഴയും വേണ്ടേ മണ്ണും മഴയും വേണ്ടേ അടുത്തതായി സാഹിത്യകളരിയിലെ അഭിറാം എസ് നിതിൻ ചൊല്ലുന്ന ONVയുടെ സൂര്യഗീതം എന്ന കവിതയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജ്ഞാനപീഠം ജേതാവായ ശ്രീ ONV കുറുപ്പിൻ്റെ സൂര്യഗീതം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ഊർജദാതാവായ സൂര്യനെ കവി അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. സൂര്യഗീതം. സ്വസ്തി ഹേ സൂര്യ തേ സ്വസ്തി സ്വസ്തി ഹേ സൂര്യ തേ സ്വസ്തി മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം. പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളികകൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ടു കുളിരിൻ്റെ കുടമൂതി തെങ്ങിൻ്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ചു കദളിയുടെ ഒരു മുലക്കൂമ്പു കൊണ്ടൊന്നല്ല പത്തല്ല മണ്ണിൻ്റെ ഉണ്ണികളെയൊക്കെ അമൃതൂട്ടുവാൻ പട്ടിൻ്റെ പോളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവൻ്റെ ഉന്മത്ത നൃത്തം. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിൻ്റെ കൈകളിലെടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തി ഒരു കാടിൻ്റെ സാന്ദ്ര ഹരിതാപമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവൻ്റെ ഉന്മത്ത നൃത്തം.
പ്രാവുകൾ മയങ്ങുന്ന കൂടാന്നൊരമ്പലക്കാവിൽ ഇഴയുന്നു കരിഞ്ചേര. മാനത്തുറാകിപ്പറക്കുന്നു പ്രാപ്പിടിയൻ. ആറ്റിൻ്റെ തീരത്ത് പൊന്മതൻ കണ്ണുകൾ തിളങ്ങുന്നു. മാനത്തു കണ്ണിയും മക്കളും കേവലാഹ്ലാദത്തിൽ നീന്തുന്നു. നീറ്റിലെ നിശബ്ദഗീതമായി ആരോരും ഓരാത്ത മണ്ണിൻ്റെ നേരുകൾ മണ്ണട്ടയായി കരഞ്ഞാർക്കുന്നു. രാഗവും രൗദ്രവും പച്ചയും കത്തിയും രാവും പകലും പരസ്പരം പിന്തുടർന്നോടുന്നു. തളരാതെ താഴാതെ തുടരുന്നു ജീവന്റെ ഉന്മത്ത നൃത്തം. ദ്യോവിൽ നിൻരഥചക്രമുരുളുന്ന പോൽ സ്വച്ഛമോദം ഈ മണ്ണായ മണ്ണിലെല്ലാം എൻ്റെ ചോടുറപ്പിക്കുവാൻ. മർത്യരോടാകെ എൻ പടുപാട്ടു പാടുവാൻ. സ്വാതന്ത്ര്യമാണ് അമൃതവും നമ്മൾ തേടുന്ന ജീവിതവും ആനന്ദവും എന്നു പറകൊട്ടിയോതുവാൻ. ഞാനിവിടെ നിൽക്കവേ ഹേ സൂര്യ, നീ എൻ്റെ വാക്കിൻ്റെ തിരിയിൽ നിന്നെരിയുന്നു. നീ എൻ്റെ വാക്കിൻ്റെ തിരിയിൽ നിന്നെരിയുന്നു. നീ എൻ്റെ വാക്കായി നിന്നെരിയുന്നു. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. സ്വസ്തി ഹേ സൂര്യ, തേ സ്വസ്തി, തേ സ്വസ്തി. നന്ദി, നമസ്കാരം. അടുത്തതായി മലയാളം പള്ളിക്കൂടത്തിലെ രാമാനുജൻ്റെ അമ്മയായ ശ്രീജ പ്രിയദർശൻ, എഴുത്തുകാരിയും അധ്യാപികയും കൂടിയാണ്. ശ്രീജ മാഡം പാടുന്ന ഒരു പാട്ടാണ് വാമൊഴി വഴക്കത്തിൻ്റെ സൗന്ദര്യവും വിസ്മയവും. ഒറ്റ ശ്വാസത്തിൽ ഒരു പാട്ടിൽ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീജ ടീച്ചർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭാഷ നാടൻ ശൈലികൾ കൊണ്ടും വായ്ത്താരികൾ കൊണ്ടും സമ്പന്നമാണ്. അക്ഷരങ്ങൾ പരിചയപ്പെടാനും ഉച്ചാരണശുദ്ധി ഉറപ്പാക്കാനും ഇത്തരം വായ്ത്താരികൾ നമ്മെ സഹായിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളെന്ന് പറയാൻ പാടില്ല, കുഞ്ഞു കവിതകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വരി പോലും മൂളാത്ത മലയാളികൾ ഉണ്ടാകില്ല. അദ്ദേഹം ഒരേ സമയം നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി കവിത. കേറിപ്പടരുവാൻ കോലൊന്നും വേണ്ടാത്ത വേലിയും വേണ്ടാത്ത കായ്ക്കാത്ത പൂക്കാത്ത വള്ളി നിനക്കെന്തു പേരൻ കള്ളി, കള്ളി എന്നെ വിളിക്കേണ്ട പിള്ള നീ, കണ്ണിലും മൂക്കിലും കയറി ഞാൻ കുത്തും ഞാൻ, കറുപോലുള്ളവൾ ചേറുപോലുള്ളവർ കായാമ്പു പോലെ കറുത്തവൾ ഞാൻ, പുക നീ പോക. കൊച്ചി രാജ്യത്ത് ആദ്യമായി തീവണ്ടി വന്നപ്പോൾ ശ്രീ ഒറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി മനോഹരമായ ഒരു മുക്തകത്തിലൂടെയാണ് ആ കാഴ്ചയെ വിശേഷിപ്പിച്ചത്. അത് ഇങ്ങനെയാണ്: മന്ദന്മാരുടെ ബുദ്ധി പോലിളയും തട്ടിത്തടഞ്ഞും കുഴങ്ങുന്നോരോ മുതുകാള വണ്ടി പോയ ദിക്കൊക്കയും നന്ദ്യാർ നേഴ്വഴി മനീഷി മതിപോലെ ഓടുന്ന തീവണ്ടി പോകുന്നു ദൂരമെടുത്തു വെന്ത് വിരകം വേരറ്റുപാരിൽ പരം. അതായത് മന്ദന്മാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വളഞ്ഞും തട്ടിത്തടഞ്ഞും ഒക്കെയാണ് പോകുന്നത്. അതുപോലെയാണ് കാളവണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. ആ വഴിയിലൂടെയൊക്കെ ഇപ്പോൾ തീവണ്ടി പോവുകയാണ്. എങ്ങനെയുള്ള തീവണ്ടിയാണ്? ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവരുടെ ബുദ്ധി നേർവഴിക്കാണ് സഞ്ചരിക്കാറുള്ളത്. അതേപോലെയാണ് തീവണ്ടിയും സഞ്ചരിക്കുന്നത്. ഏതായാലും ഈ പുതിയ പരിഷ്കാരം കൊണ്ട് അകലങ്ങളിലുള്ള ബന്ധുക്കളുടെ അവർക്ക് കാണാനുള്ള അടുപ്പം കൂടി, ആ ഒരു സൗകര്യം ഒത്തുവന്നു എന്നാണ് ഈ മുക്തകത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരനാണ് CP പള്ളിപ്പുറം. അദ്ദേഹം കുട്ടി കവിതകൾ കൊണ്ടും കഥകൾ കൊണ്ടും നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു അക്ഷരാവർത്തന പാട്ട്: കൊച്ചിയിലുള്ളൊരു കൊച്ചമ്മായി കുച്ചക്കൂണിന് പച്ചടി വേണം, കിച്ചടി വേണം, പച്ചത്തേങ്ങ അരച്ചുണ്ടാക്കിയ മെച്ചമെഴുന്നൊരു ചാറും വേണം. കൊച്ചിയിലുള്ളൊരു കൊച്ചമ്മായി കുച്ചക്കൂണിന് പച്ചടി വേണം, കിച്ചടി വേണം, പച്ചത്തേങ്ങ അരച്ചുണ്ടാക്കിയ മെച്ചമെഴുന്നൊരു ചാറും വേണം. അപ്പോൾ ചാറ് കൂട്ടി ഉണ്ടാ മാത്രം മതിയോ? നമുക്കൊരു സദ്യ ആയാലോ? സദ്യവട്ടം പരിചയപ്പെടുന്നതിന് കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം തുള്ളലിലെ ഒരു ഭാഗം നോക്കാം. കുറിയരി വെച്ച് വെളുത്തരി ചോറും കറികളും ആശി വിളമ്പി നിരന്നു നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമരുവത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പടമരുവക തേനും നല്ലൊരു പഞ്ചാരക്കറി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമരുവക നാരങ്ങാക്കറി ഇഞ്ചിപ്പച്ചടി മാങ്ങാപ്പച്ചടി ചേന വറുത്തും പയറ് വറുത്തും ചക്കപ്രഥമൻ അടപ്രഥമൻ ഇതൊക്കെ പറവാൻ നേരം പോരാ. കാക്കേ കാക്കേ കൂടെ വിടെ, ഉള്ളൂരിൻ്റെ ബാലകവിത നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ?
അതേപോലെ നമ്മുടെ നാടോടിപ്പാട്ടിൽ ഒരു കാക്കച്ചിന്തുണ്ട്. അതെങ്ങനെയാന്ന് നോക്കിയാലോ? കാകാകൃതി കനകൃതി കനകൃതി കാക്കേ നിന്നുടെ കൂകൂകൃതി കുനുകൃതി കുനുകൃതി കൂടവിടെ മാമാകൃതി മനകൃതി മനകൃതി മാവിൻ കോകോകൃതി കൊനകൃതി കൊനകൃതി കൊമ്പത്ത് മാകൃതി മരകൃതി കാക്കേ നിന്നുടെ കൂകൃതി കുനുകൃതി കൂടവിടെ മാകൃതി മരകൃതി മാവിൻ കൊമ്പത്ത് ആകൃതി അപകൃതി എൻ കൂട്. ഇനി നമുക്ക് ഈ കുട്ടിപ്പാട്ടുകൾ പോലെ കുട്ടി കഥപ്പാട്ടുകളുണ്ട്. അതായത് ഒരു ചെറിയ കഥ, വളരെ ചെറിയൊരു കഥ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. അതാണ് കഥപ്പാട്ട് എന്ന് പറയുന്നത്. ഐക്യര നാട്ടിലെ അപ്പാപ്പൻ കച്ചവടത്തിന് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ കഥപ്പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇങ്ങനെയാണ്. ഐക്യര നാട്ടിലെ അപ്പാപ്പൻ ഉപ്പാപ്പൻ അരക്കും കൊണ്ട് ഉരുക്കും കൊണ്ട് അപ്പം കൊണ്ട് ഉപ്പും കൊണ്ട് അരിയും കൊണ്ട് അവലും കൊണ്ട് അക്കരെ തെരുവിൽ ചെന്ന് അരക്കം വിറ്റ് ഉരുക്കും വിറ്റ് അപ്പം വിറ്റ് ഉപ്പും വിറ്റ് അരിയിട്ട് അരിയിൽ അലുണ്ട തഴിയുണ്ട പൊരിയുണ്ട വാങ്ങിയിട്ട് മുണ്ടിൽ പൊതിഞ്ഞിട്ട് മിണ്ടാതെ പോകേണ്ടത് കണ്ടവരാരുണ്ട് കൂട്ടരെ ചൊല്ലുമോ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ അമ്മ തിരുമൊഴി മലയാളം എന്ന 1.5 മണിക്കൂർ പരിപാടി നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ കാഴ്ചവെച്ച മലയാളം പള്ളിക്കൂടത്തിലെ എല്ലാ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അവരെ ഇതിനായി പങ്കെടുപ്പിക്കാനായി ഇവിടെ എത്തിച്ച രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കുട്ടികളെ ഈ പരിപാടികൾ പരിശീലിപ്പിച്ച പ്രധാനാധ്യാപകൻ വട്ടപ്പറമ്പിൽ പീതാംബരൻ സാർ, അർച്ചന ടീച്ചർ, അപർണ ടീച്ചർ, ധന്യ ടീച്ചർ, പരിപാടി അവതരിപ്പിച്ച അശ്വതി, അതുപോലെ തന്നെ ഇവിടെ ആംഗ്യഭാഷയിൽ ഈ പരിപാടി പരിവർത്തനപ്പെടുത്തിയ സിൽവി മാക്സി മേന എന്നിവർക്കും മലയാളം പള്ളിക്കൂടത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ ഇക്കുറിയും മലയാളം പള്ളിക്കൂടത്തിന് ക്ഷണം തന്ന നിയമസഭ പുസ്തകോത്സവ കമ്മിറ്റിയുടെ അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് പുറപ്പെടാം. അതിൻ്റെ മധുരാക്ഷരമോരോന്നും അറിവിൻ വിത്തായി മാറും. അതിൻ്റെ മധുരാക്ഷരമോരോന്നും അറിവിൻ വിത്തായി മാറും. അമ്മ തിരുമൊഴി മലയാളം അൻപു ചുരത്തും മലയാളം അതിൻ്റെ മധുരാക്ഷരമോരോന്നും അറിവിൻ വിത്തായി മാറും. അമ്മ തിരുമൊഴി മലയാളം അൻപു ചുരത്തും മലയാളം അതിൻ്റെ മധുരാക്ഷരമോരോന്നും അറിവിൻ വിത്തായി മാറും. അമ്മ തിരുമൊഴി മലയാളം അൻപു ചുരത്തും മലയാളം അതിൻ്റെ മധുരാക്ഷരമോരോന്നും അറിവിൻ വിത്തായി മാറും.